എന്നോട് പറയാ സീമ നനയണ്ട, ബാക്കിയുള്ളത് നനയട്ടെന്ന്. സീമ നനയാൻ പാടില്ല. എനിക്കെന്താ കൊമ്പുണ്ടോ ഞാൻ നനയാതിരിക്കാൻ? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞങ്ങളിവിടെ ആനിക്കാട് അമ്പലത്തിലെ കലശമാണ്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് കലശത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു, ഇങ്ങനെ മാറ്റി വെച്ചു. അത് ആ ദിവസങ്ങളിൽ ഞാനില്ലാത്ത ദിവസങ്ങളായിരുന്നു കലശം വെച്ചത്. സോ ഇന്ന് വീണ്ടും ഡേറ്റ് ഫിക്സ് ചെയ്ത് ഇന്നാണ് കലശം. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. കണ്ണൻ റെഡിയായി. കണ്ണനാണ് ഓൾറെഡി വീഡിയോ എടുക്കുന്നത്. ഞാൻ റെഡി ആവുന്നു. എൻ്റെ ബ്ലൗസൊക്കെ കണ്ടില്ലേ, എല്ലാം ലൂസായി. സോ അതികഠിനമായ എൻ്റെ ഡയറ്റ് സക്സസ്ഫുൾ ആവുന്നു എന്നുള്ള എൻ്റെ പ്രതിഫലനമാണ് എൻ്റെ ബ്ലൗസ്. എൻ്റെ ബ്ലൗസ് ലൂസാണെങ്കിൽ എൻ്റെ കോൺഫിഡൻസിൻ്റെ പകുതി പോകുന്നുള്ളതാണ്. എനിവേ അപ്പോൾ പറഞ്ഞു വന്നത്, പാനിക്കാട് അമ്പലത്തിലെ കലശത്തിലേക്ക് കലശത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാരി ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് നവമികത്തിൻ്റെയാണ്. അവൾ കുറേ നാളുകൾക്ക് മുന്നേ തന്ന ഒരു സാരിയാണ്. അപ്പം അതാണ് ഞാൻ ഉടുക്കുന്നത്. സമയം ലേറ്റായി. കുറച്ച് ലേറ്റ് ആവാൻ കാരണം കറണ്ട് ഇല്ലായിരുന്നു. എൻ്റെ മുടി ഉണക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാണ് കറണ്ട് ഇല്ലെങ്കിൽ. അത് കാരണം കറണ്ട് വന്നതിന് ശേഷമാണ് മുടി ഉണക്കിയത്. 10 മണിയാകുമ്പോൾ കലശം തുടങ്ങും. ഇപ്പോൾ ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. കണ്ണനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കലശം മാറിപ്പോയോ? കലശം ഡേറ്റ് ഇങ്ങനെ മാറിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനില്ലാത്തത് കൊണ്ടായിരിക്കണം ആ ഡേറ്റ് ഇങ്ങനെ മാറിപ്പോയത്. അപ്പോൾ ഇന്ന് ഞാനുണ്ട്. അപ്പോൾ ഇന്ന് വീണ്ടും കലശത്തിൻ്റെ ഡേറ്റ് ഇന്നാണ്. അപ്പം കലശം അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ട് കണ്ണൻ റെഡിയായി, അച്ഛൻ റെഡിയായി ഓൾറെഡി. അച്ഛൻ പോയോ? ഉണ്ടോ? അച്ഛൻ ഓൾറെഡി ഉണ്ട്. ബേബി ഹെയർസൊക്കെ ഇങ്ങനെ ഭയങ്കര ബേബി ഹെയർസ് കേട്ടോ. നേരത്തെ ഞാൻ റെഡിയാകേണ്ടതാണ്. ഞാൻ കുളിച്ചിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ പോയി. ഇന്ന് ഗോതമ്പടയായിരുന്നു. ഇവർക്ക് വെറുതെ ഒന്ന് കുളിച്ചൊന്ന് ഷർട്ട് ഇട്ട് മുണ്ട് കൊടുത്താൽ ഇറങ്ങിയതിയല്ലോ. എന്നിട്ട് ഇറങ്ങിയില്ല എന്ന് ചോദിക്കും. നമ്മൾ അങ്ങനെയാണോ ഗൈസ്? സാരി ഉടുത്ത്, മുടി ഉണക്കി, മുടി കെട്ടി, മേക്കപ്പ് ചെയ്ത്, മേക്കപ്പ് ഒരു സൺസ്ക്രീൻ ഇടുന്നതാണ് മേക്കപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മേക്കപ്പ് ചെയ്തു. ദെൻ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇച്ചിരി സമയമാവും. ഇന്ന് സാരി എനിക്കിഷ്ടമായി. പക്ഷെ എന്താണെന്നറിയാം, ബ്ലൗസ് ഭയങ്കര ലൂസായി ഗൈസ്. ഭയങ്കര ലൂസെന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് കൂടി കയറിപ്പോവാം, അങ്ങനെ ലൂസായി. എനിക്ക് ഭയങ്കര സങ്കടം അങ്ങനെ അത്ര ലൂസായാലും. കാരണം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ എൻ്റെ ബ്ലൗസാണ് എൻ്റെ കോൺഫിഡൻസ്. ഭയങ്കര ലൂസായിപ്പോൾ വെച്ചാൽ ഇവിടെയൊക്കെ നോക്ക്, ഷർട്ട് പോലെ കിടക്കുന്നു. ഇവിടെ എല്ലാം എൻ്റെ ഡയറ്റ് ഫലവത്തായി ഞാൻ വിചാരിക്കുന്നു. സോ അതിന് സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ബ്ലൗസ് ലൂസായാലും എനിക്ക് ഭയങ്കര സങ്കടം. കാരണം ബ്ലൗസ് ടൈറ്റ് ആയിരിക്കണല്ലേ നല്ല ഭംഗി അല്ലേ? അതാ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാവട്ടെ. ഇത് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പിന്നെ എൻ കണവൻ വാങ്ങി തന്ന മല്ലിപ്പൂ, അതുകൊണ്ടാണ് മഴ. ഇന്നലെ വന്നപ്പോൾ എൻ കണവൻ വാങ്ങി വന്ന മല്ലിപ്പൂ. ഞാൻ കരുതി മറന്നു വയ്ക്കുകയാണോ എന്ന്. പക്ഷെ നിങ്ങൾ ഓർത്തല്ലേ? ഓർത്ത് പണ്ട് തൊട്ടേ ഉള്ളതാണല്ലേ ഈ ആൾക്കാർ ഇങ്ങനെ സ്ലൈഡ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഞാൻ പക്ഷെ ബ്രൈഡിനൊന്നും വയ്ക്കുമ്പോൾ അങ്ങനെ വെക്കാറില്ലേ, അത് ഞാൻ ഓർക്കാറുണ്ട്. പക്ഷെ ഞാൻ വയ്ക്കുമ്പോൾ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ വെച്ച്, കടിച്ച് ഇങ്ങനെ വെച്ച്. ചെറിയൊരു മഴ പെയ്തെന്ന് പറഞ്ഞാണ് ഇത്ര ഒരു നനയാൻ വരുന്നത്. എന്നോട് പറയാ സീമ നനയണ്ട, ബാക്കിയുള്ളത് നനയട്ടെന്ന്. സീമ നനയാൻ പാടില്ല. എനിക്കെന്താ കൊമ്പുണ്ടോ ഞാൻ നനയാതിരിക്കാൻ? സാരി കൊടുത്തേക്കുന്ന പറയാം. സീമ നനയില്ലെന്ന് പറയാം. നമ്മുടെ സാരി നനയും. അതെ, സീമ പറയാണ് അച്ഛനും കണ്ണനും നനയട്ടെ, അച്ഛനും കണ്ണനും നനയട്ടെ. അച്ഛ വരുന്നില്ലേ? അച്ഛ കൊടയില്ലേ? അച്ഛൻ നനഞ്ഞുകൊണ്ടാണോ പറഞ്ഞത്? അത് ഇറങ്ങുന്നേ. മഴ ചെറുതായിട്ടല്ലേ ഉള്ളൂ, ചാറ്റൽ മഴയില്ലേ. കൊള്ളാം, അടിപൊളി. അച്ഛൻ പറയണ അച്ഛൻ്റെ കയ്യിൽ കൊടയുണ്ടെന്ന്. കയ്യിൽ കൊടയുണ്ടെന്ന് നിവർത്തുന്നില്ല കൊട.
ചാറ്റൽ മഴ നനയുമ്പോൾ മഴയും ചെളിയും. ഇപ്പൊ ഈ സ്ഥലം എല്ലാവർക്കും പരിചിതമായി കാണും. സ്ഥിരമായിട്ട് ഈ സ്ഥലം കാണിക്കുന്നുണ്ട്. അതെ. നല്ല വഴിയാണ്, നല്ല സ്ഥലമാണെന്നൊക്കെ പറയാം. അതെ, ഇതിന് നടക്കുമ്പോൾ അറിയാം അതിൻ്റെ ഇത്. നടക്കുമ്പോ അറിയാം ചെളി ചവിട്ടിയുള്ള അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അച്ഛനും കണ്ണനും നനഞ്ഞോട്ടെ, സീമ നനയണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ്. അതെന്താ അങ്ങനെ? വഴിയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ റോഡ് മൊത്തം കുത്തിപ്പൊളിച്ചിട്ട് അങ്ങനെ ഫൈനലി എത്തി. അങ്ങനെ അമ്പലത്തിൽ പോകാൻ വണ്ടിയുടെ കവറൊക്കെ എടുത്ത് 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു അമ്പലത്തിൽ പോകാനായിട്ട്. 1 മണിക്കൂർ ലേറ്റ് ആയില്ല, 5 മിനിറ്റ് ലേറ്റ് ആയില്ല. ഓ, 1 മണിക്കൂർ വണ്ടി കഴുകി കൊടുത്തോളും, വണ്ടിയൊക്കെ മൂടിയിട്ടേക്കാണ്. സത്യം. ഓ, ഇനി വണ്ടി ചെളിയാവുന്ന ആരാലോചിക്കുമ്പോ എനിക്ക്. ഡസ്റ്റർ ദ ഐക്കോണിക് കവർ മാറ്റുകയാണ്. വണ്ടിയെ കുളിപ്പിച്ചിട്ടിരിക്കുകയാണ്. കവർ ഇടാൻ എളുപ്പമാണ്, കവർ മടക്കാനാണ് പാടല്ലേ. എടുത്തിട്ട് കവർ മടക്കാൻ ഇച്ചിരി പാടാം. ഇപ്പൊ ആൾക്കാർ പറയും, നിനക്കെന്നാ ചെയ്യാൻ പറ്റുന്നത്, അവളെ കൊണ്ടാണോ കവർ മാറ്റിക്കുന്നത്? നീ അവിടെ വീഡിയോ എടുത്ത് നിൽക്കാതെ. കണ്ട ഒരു പൂവുണ്ടോ വീഴുന്നത്? ഈ പൂവാ ഞാൻ പറഞ്ഞത്. സീമയെ കൊണ്ടാണോ കവർ മാറ്റിക്കുന്നത്? അയ്യോ, ഇതിനകം നനയാൻ പാടില്ല. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇതെവിടെ ഇടും കണ്ണോ? ഇതാ അവിടെ ഇടാം. മടക്കണ്ടേ, ചെറുതായിട്ടൊന്ന് ഒതുക്കണ്ടേ? മടക്കണോ? ഞാൻ ഫുള്ള് നനഞ്ഞ്. അതാ മറ്റേ ഇതെന്നല്ലേ, അത് പോണേക്കോളും. ഫുള്ള് നനഞ്ഞ്, സാരി താഴെ എല്ലാ ഭാഗവും നനഞ്ഞ്. വളയം കയറി പിടിച്ച മഴ ഇല്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇത്ര നേരം മഴയില്ലായിരുന്നേ അല്ലേ വെച്ചാ? ഇത്രയും സമയം മഴയില്ലായിരുന്നു. നമ്മള് പോവാൻ ഇറങ്ങിയത് മഴ. ഇത്ര തന്നെ നല്ല സൂപ്പറായിട്ട് ചെറിയൊരു വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, മഴ പെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, മഴ പെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോ അമ്മ പറയുന്നത് മഴ വരുന്നുണ്ട്, നല്ല മഴ വരുന്നുണ്ടെന്ന്. പ്രതീക്ഷിക്കാതെ ഒരു മഴയും പെയ്ത് കറണ്ടും പോയി. എന്ത് പറയാനാ അല്ലേ? അങ്ങനെയാണ്, എവിടെയും പോകാൻ ഇറങ്ങുമ്പോൾ മഴയായിരിക്കും. സത്യം. വീട്ടിൽ ഇരുന്ന് മഴ പെയ്യത്തില്ല. അങ്ങനെ 2 തവണയായിട്ട് മാറ്റി വെച്ച കലശം 2 തവണയായി മാറ്റുന്നില്ല അച്ഛാ? മൂന്നാമത്തെ തവണ വേണ്ട, ഞാൻ വന്നപ്പോഴത്തേക്ക് ഉണ്ട് കലശം. നീ ഉള്ളപ്പോ. ഞാൻ ഉള്ളപ്പോ അതാ ദേവിക്ക് തന്നെ തോന്നിയെന്ന് തോന്നുന്നു. അയ്യോ ദേവിയേ. അനിക്കാട്ട് കുടുംബം ഏറ്റെടുത്തിരിക്കുകയാണ്. സീമയില്ലാതെ എന്ത് കലശവും. അതുകൊണ്ട് ഞാനുള്ള എൻ്റെ അന്ന് കലശം. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേനും തീരെയൊന്നുമില്ല. 10 മണി ആയിട്ടേ ഉള്ളൂ. ഒരു സെക്കൻഡ് കൊണ്ടാകും കലശം അങ്ങ് തീരുമോ? വിഷയം തുടങ്ങും, കലശാഭിഷേകം. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പറയല്ലേ, ഓ ആളുകൾ ഒത്തിരി ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങ് ഭയങ്കര ഇതാ ചമ്മലാന്ന്. ഇൻട്രോവേർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇൻട്രോവേർട്ടായിരുന്നു. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം നേരത്തെ ഒരു വിഷയമില്ലായിരുന്നു, ക്യാമറയും ഫോൺ എടുത്ത് എവിടെ വേണം. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ എന്താ കാര്യം? ഒരു ഇതാ എന്നുവെച്ചാ കൂട്ടം കൂടുന്ന ആൾക്കാർക്കിടയിലോട്ട് ഇറങ്ങിച്ചില്ലാന്നൊക്കെ എന്താ കാര്യം? എന്താ ഒരു വിമ്മിഷ്ടം പോലെ. ഓ, ആൾക്കാർ അറിയായിരിക്കും, അയ്യോ ഇവിടെ കല്യാണം കഴിച്ചു അങ്ങനെ പറയുന്നത്. നീ പോകുന്നുണ്ട് അതിന്റെയല്ല. പിന്നെ അങ്ങനല്ല, ഒരു ഇത് ചടച്ചുപോയി. ചടച്ചു എന്ന് വെച്ചാൽ കാരണം ഇറങ്ങിച്ചില്ലാതെ എപ്പം പോകുന്നില്ലല്ലോ. ഇങ്ങനെയുള്ളപ്പോഴല്ലേ കാണുന്നത്. ഇതൊക്കെ വിട്ടുപോയില്ലേ? വിട്ടുപോയെന്ന് വെച്ചാൽ ടച്ച് വിട്ടുപോയില്ലേ? പിന്നെ ടച്ച് പോയിട്ട് ഈ കഴിഞ്ഞ ഉത്സവത്തിന് ഇനി പോവാൻ ഇനി അമ്പലങ്ങളും ഇല്ല, പിടിക്കാൻ ഇനി വീഡിയോ ഇല്ല. ഇതുപോലെ ടച്ച് വിട്ടുപോയെന്ന്. അതൊന്നും അല്ല കാര്യം, വേറെ എന്തോ കാരണങ്ങളുണ്ട്. നിങ്ങൾ പറയൂ ഗൈസ്, നിങ്ങൾ ഇതിന്റെ ഇടയിൽ കമന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞാണോ കാരണം എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. വെടി പൊട്ടിച്ച് കണ്ടോ? സത്യം കണ്ടോ? ഞാൻ പറഞ്ഞാണോ കാരണം എന്ന് പറഞ്ഞപ്പോ തന്നെ വെടി പൊട്ടി. അത് എന്നെ വാട്ടവർ അങ്ങനല്ല. പക്ഷെ അതാ ഒരു മാറും. ചെന്ന് കഴിയുമ്പോൾ തന്നെ ഒച്ചിരി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഫോണൊക്കെ എടുത്ത് വീഡിയോയിലോട്ട് എടുക്കാൻ തുടങ്ങുന്നതിന് അതങ്ങ് മാറും. പിന്നെ ആക്റ്റീവ് ആവും. ആദ്യമേ ഒരു ചെറിയൊരു ഇത് വരും തോന്നുന്നു.
എന്തോ സംതിങ് റോങ്, എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. നിന്റെ കണ്ടുപിടുത്തം മാത്രം. എന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ സത്യങ്ങളാണ്, നഗ്ന സത്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ, കണ്ടുപിടിക്കാറുള്ളൂ. ഞാൻ എവിടെ ക്യൂലെന്ന് പറഞ്ഞ് അങ്ങ് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് വന്നു. കണ്ണൻ ജോലിക്ക് പോകണം. അപ്പോൾ അമ്പലത്തിലെല്ലാം തൊഴുതു വന്നതിന് ശേഷം അവിടെ നമ്മൾ പ്രസാദ ഊട്ട് കഴിച്ചിട്ടാണ് വന്നത്. സോ പ്രസാദ ഊട്ടൊക്കെ കഴിച്ചിട്ട് വന്നുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല. എന്നാലും ഒരു അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കി കണ്ണ് കൊടുത്തു. ഞാൻ കുടിച്ചില്ല, കാരണം ഷുഗർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അറിയാമല്ലോ ഷുഗർ കട്ടാണെന്ന് ഉള്ളത് കൊണ്ട് ഞാൻ കുടിച്ചില്ല. ദെൻ കണ്ണൻ ജോലിക്ക് പോയി. അച്ഛനും ഞാനും അമ്മ ഇവിടെ ഉണ്ട്. എനിക്കിന്ന് വൈകുന്നേരം വർക്കിന് പോകണം. കുറച്ച് തുണികളൊക്കെ കഴുകാനിടണം, കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നത്. നടക്കുമെന്ന് അറിയത്തില്ല. എനിവേ മഴ വരുന്നുണ്ട്, നല്ല കിടില മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കട്ടെ. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.